everyone, welcome to my channel. വളരെ സിമ്പിൾ ആണ് but rank making questions ആണ്, വളരെ important ആണ്. Okay, in spite of, usage of in spite of or despite, usage of though and although. Okay, അപ്പോൾ in spite of എന്നുള്ള യൂസേജും despite, അവിടെ നമ്മൾ ഒരിക്കലും despite of എന്ന് യൂസ് ചെയ്യാൻ പാടില്ല. in spite of എന്ന് പറയുന്നതിൻ്റെ മീനിങ് ആണ് despite. അതുപോലെയാണ് though-യും although-യും. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് സാഹചര്യത്തിൽ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവുകയും അതുപോലെ പോസിറ്റീവ് സാഹചര്യത്തിൽ നിന്ന് നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഇൻസ്പൈറ്റ് ഓഫും ദോയും ഡെസ്പൈറ്റും ഓൾദോയും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഒരേ കോണ്ടെക്സ്റ്റിലാണ്. നെഗറ്റീവ് സർക്കംസ്റ്റാൻസസിൽ നിന്ന് പോസിറ്റീവ് റിസൾട്ട് ആണെങ്കിൽ അതുപോലെ പോസിറ്റീവ് സർക്കംസ്റ്റാൻസസിൽ നിന്നും നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ അങ്ങനത്തെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്, ദോ ആൻഡ് ഓൾദോ ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ മലയാളം മീനിങ് എന്താ? എന്നിട്ടും. ദോ അല്ലെ, എന്നിട്ടും. ഓൾദോ, എന്നിട്ടും. ഓക്കെ, അപ്പോൾ ഡാഷ് ഷീ ഈസ് റിച്ച്, ഷീ നെവർ ഹെൽപ് ദ പുവർ. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് സർക്കംസ്റ്റാൻസ്, പോസിറ്റീവ് സാഹചര്യമാണ് ഷീ ഈസ് റിച്ച് എന്നുള്ളത്. ഓക്കെ, ഷീ ഈസ് റിച്ച്, ഷീ നെവർ ഹെൽപ്സ് ദ പുവർ. റിച്ച് ആണ് എങ്കിലും അവൾ എന്ത് ചെയ്യത്തില്ല? പുവർ പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യത്തില്ല. അപ്പോൾ പോസിറ്റീവ് സാഹചര്യത്തിൽ നിന്ന് നെഗറ്റീവ് റിസൾട്ട് വരുന്നു. നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്, ദോയും ഓൾദോയും യൂസ് ചെയ്യാം. ബട്ട് അവിടെ ഒരു റൂളുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇൻസ്പൈറ്റ് ഓഫ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ഇൻസ്പൈറ്റ് ഓഫ് കഴിഞ്ഞിട്ട് നൗൺ വരണം, അല്ലെങ്കിൽ വെർബൽ നൗൺ, ദാറ്റ് മീൻസ് ജെറണ്ട് വരണം. ഓക്കെ, ബട്ട് ഇവിടെ ദോയാണ് യൂസ് ചെയ്യാനുള്ളത്. കാരണം ദോ കഴിഞ്ഞിട്ട് എന്ത് വരാം? സബ്ജക്റ്റ് വരാം, പ്രോനൗൺ വരാം. ഓക്കെ, സോ ഇവിടെ എന്താ? ദോ. അതുകൊണ്ട് ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും ഒന്നും ഒരിക്കലും ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഇൻസ്പൈറ്റ് ഓഫ് കഴിഞ്ഞതിന് ശേഷം എന്ത് തന്നെ വരണം? നൗൺ തന്നെ വരണം, അല്ലെങ്കിൽ വെർബൽ നൗൺ. വെർബൽ നൗൺ ഓർ ജെറണ്ട് മീൻസ് എന്താ? വെർബ് പ്ലസ് ING. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ദോ. ദോ ഷീ ഈസ് റിച്ച്, ഷീ നെവർ ഹർട്സ് ദ പുവർ. റിച്ച് ആണെങ്കിലും അവൾ പുവർ പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യത്തില്ല. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് റിച്ച് ഷീ നെവർ ഹെൽപ്സ് ദ പുവർ. ഈ സെയിം സെന്റൻസിനെ തന്നെയാണ് ഞാൻ ചേഞ്ച് ചെയ്ത് ഇൻസ്പൈറ്റ് ഓഫ് ആഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് റിച്ച്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഷീ ഈസ് റിച്ച് എന്നുള്ള ആ ഒരു സെന്റൻസിനെ ആ ബീയിങ് റിച്ച് എന്നായിട്ട് കൺവേർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, വെർബ് പ്ലസ് ING വരണം, അല്ലെങ്കിൽ നൗൺ വരണം. അതുകൊണ്ടാണ് ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് റിച്ച്. ഓക്കെ, ഷീ നെവർ ഹെൽപ്സ് ദ പുവർ. അപ്പം നെഗറ്റീവ് സാഹചര്യത്തിൽ നിന്നും പോസിറ്റീവ് റിസൾട്ട് വരാം. അതുപോലെ പോസിറ്റീവ് സാഹചര്യത്തിൽ നിന്നും നെഗറ്റീവ് റിസൾട്ട് ഉണ്ടായാലും ഇത് തന്നെയാണ് യൂസേജ്. ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും ദോയും ഓൾദോയും ഒക്കെ തന്നെയാണ്. പക്ഷെ ദോ ആണെങ്കിൽ ഇങ്ങനെ ഒരു കോമൺ സെന്റൻസ് വരാം, പ്രോനൗണും വെർബും അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് അങ്ങനെ വരാം. പക്ഷെ ഇൻസ്പൈറ്റ് ഓഫ് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ വെർബൽ നൗൺ വരണം, അല്ലെങ്കിൽ നൗൺ വരണം. ഓക്കെ അല്ലേ? താങ്ക് യു.